ശ്രീ പി കെ ഗോപൻ, ഇവിടെ അക്കാലത്തെ എൻ്റെ ചർച്ചകളിൽ അങ്ങോടൊക്കെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഭരണത്തിലിരിക്കുമ്പോൾ കാണിക്കുന്ന രാഷ്ട്രീയം മറക്കുന്ന പണികൾ പ്രതിപക്ഷത്തെത്തുമ്പോൾ നിങ്ങൾക്ക് ബാധ്യത ഉണ്ടാക്കും. അത് സമരത്തെ ഭീകരവൽക്കരിക്കുന്ന കാര്യത്തിലടക്കം PMC-യിൽ അത് കണ്ടു. സമരം ചെയ്യാൻ അവകാശം യഥാർത്ഥത്തിൽ CPI-ക്ക് മാത്രമാണ്, അവർ ചെയ്യുന്നുണ്ട്. മദ്യത്തിൽ വർജനം പറഞ്ഞു വന്ന് നിങ്ങൾ അടച്ച ബാറുകൾ കൂട്ടത്തോടെ തുറക്കൽ, വീര്യം കുറഞ്ഞ മദ്യം വന്ന് കോയിനേജ് ഉണ്ടാക്കൽ, ഇവിടുന്ന് ഉണ്ടാക്കുന്ന കേരള ബ്രാൻഡി, ഏതോ മദ്യക്കമ്പനിയുടെ മഴക്കുഴി എണ്ണാൻ പോകുന്ന അന്നത്തെ മന്ത്രി. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലും ചോദ്യം ഷാർപ്പായി ചോദിക്കാൻ നിങ്ങൾ ശരിയാണ്, നിങ്ങൾ ടാക്സിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും വിട്ടുവീഴ്ച വരുത്തിയില്ല. സർക്കാർ ഖജാനയിലേക്ക് ആ വഴി കുറച്ച് പണം കൂടെ അധികം എത്തിക്കോട്ടെ എന്ന് കരുതിയില്ല, നല്ല കാര്യം. പക്ഷേ നിങ്ങൾക്ക് ഷാർപ്പായി ധാർമ്മിക ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അവകാശമുണ്ടോ ശ്രീ ഗോപൻ? ഞങ്ങൾക്കുള്ളതുപോലെ വേറെ ആർക്കാണ് അവകാശം? നിങ്ങൾ ചില മാധ്യമങ്ങൾക്ക് പോലും അതില്ല. കാരണം നിങ്ങൾ അന്ന് ഞങ്ങളെ ഈ പ്രശ്നത്തിൽ കൈകാര്യം ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും പലർക്കും അത് ചോദിക്കാൻ അവകാശമില്ല. ഞങ്ങൾക്കേ ഉള്ളൂ ചോദിക്കാൻ അവകാശം. ഇവിടെ ജിൻഡോ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സാധാരണ പറയാറുണ്ട്, പ്രസവ വാർഡ് എന്ന് എഴുതി വെച്ചിട്ട് പിന്നെ അടിക്ക് ബ്രാക്കറ്റിൽ സ്ത്രീകൾക്ക് മാത്രം എന്ന് എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളത്. മദ്യനയം ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, നികുതി ഘടന ഞങ്ങൾ പരിഷ്കരിച്ചിട്ടുണ്ട്. നികുതി ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ മദ്യത്തിൻ്റെ ശതമാനം, അതിൻ്റെ ആൽക്കഹോളിക് കണ്ടൻറ്റ്, അതിൻ്റെ ആൽക്കഹോളിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അളവ് എത്രയാണെന്ന് നിശ്ചയിച്ചിട്ടാണ് നികുതി ഘടന നിശ്ചയിച്ചിരിക്കുന്നത്. ഇത്ര ശതമാനം ആൽക്കഹോളിക് കണ്ടൻ്റ് ഉള്ളവയ്ക്കെന്നാണ്. അപ്പോൾ അതിനകത്ത് പോളിസി വന്നു ഹാഷ്മി. അതായത് എത്ര ശതമാനം ആൽക്കഹോളിക് കണ്ടൻ്റ് ഉള്ളതിന് നിശ്ചിത ശതമാനം നികുതി എന്ന് വരുമ്പോൾ അത് പോളിസിയായി. ഇനി ഞങ്ങളത് പ്രത്യേകിച്ച് മദ്യനയം പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, കോൺഗ്രസിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ അവരുടെ വരികളിലുള്ള വാച്യാർത്ഥവും അവർ പറയാൻ വേണ്ടി മാറ്റിവെച്ച വ്യംഗ്യാർത്ഥവും കൂടി വായിച്ചെടുക്കാനുള്ള ബുദ്ധിവിശേഷം, ബൗദ്ധികമായ സവിശേഷത കേരളീയർക്കുണ്ട്. അതിൽ ശ്രീ KC വേണുഗോപാലും ശ്രീ രമേശ് ചെന്നിത്തലയാണല്ലോ കേരളത്തിലെ മറ്റ് രണ്ട് ഉന്നത നേതാക്കൾ, ഒരുപക്ഷേ VD സതീശനേക്കാൾ ഉയർന്ന നേതാക്കൾ. അവർ രണ്ടുപേരും ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് UDF ചർച്ച ചെയ്തിട്ടില്ല ഈ പോളിസി. അപ്പോൾ രമേശ് ചെന്നിത്തല ഒന്നുകൂടി കടത്തി പറഞ്ഞു, അദ്ദേഹം മന്ത്രിസഭയുടെ ഭാഗമായതുകൊണ്ട് ധനകാര്യ വകുപ്പും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞാൽ മതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്, ബാക്കിയുള്ളത് ലീക്ക് ചെയ്യാൻ പാടില്ല. വളരെ വസ്തുതയാണത്, ബാക്കി ലീക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് ആരുടെ കാര്യമാണ്? ഇത് VD സതീശൻ്റെ കാര്യമാണ്. ടീം UDF എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ശ്രീ VD സതീശൻ ഇപ്പോൾ I am the സ്റ്റേറ്റ് എന്ന ലൂയി 14 എത്തിയിരിക്കുന്നു. ടീം UDF-നെ അദ്ദേഹം പിരിച്ചുവിട്ടിട്ട് സ്വന്തമായ നിലപാട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്നാണ് ഈ രണ്ട് രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞതിൻ്റെ മലയാളം. അപ്പോൾ ഇതിനകത്ത് ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ ഞങ്ങൾ അന്നെടുത്ത നിലപാടെന്താ? ഞങ്ങൾക്ക് എവിടെയാണ് ഇതിനകത്ത് ധാർമ്മികതയുടെ പ്രശ്നം വരുന്നത്? ഞങ്ങളെടുത്തത് അതിപ്പോഴും ഞങ്ങളത് പറയുന്നു, ഞങ്ങളത് മാറ്റുന്നില്ലല്ലോ. പഴം പച്ചക്കറിയിൽ നിന്നും മറ്റ് വിഭവങ്ങളിൽ നിന്നും മദ്യം ഉണ്ടാക്കിയാൽ അത് കൃഷിക്കാർക്ക് ഗുണമാകും, പക്ഷേ ടാക്സ് കുറയ്ക്കുന്നില്ല. അത് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കേരളത്തിലെ കശുമാങ്ങ കർഷകരോ കേരളത്തിലെ മറ്റ് പഴങ്ങൾ, അതായത് ഈ പൈനാപ്പിളോ മുന്തിരിയോ അങ്ങനെയൊക്കെയാണല്ലോ ഇതിനെന്തൊക്കെ ഉപയോഗിക്കുന്നുള്ളത് എനിക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് മദ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വീര്യം കുറഞ്ഞ മദ്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ഞങ്ങൾ തത്വത്തിൽ അംഗീകരിച്ചത്. പക്ഷേ അത് പൂർണ്ണമായിട്ടും ചർച്ച ചെയ്ത് പൂർത്തീകരിച്ചൊരു കാര്യമല്ല. എന്നാൽ അതിൽ നികുതി ഘടനയിൽ കുറവ് വരുത്തിയിട്ടില്ല. ഇവിടെ വരാൻ പോകുന്ന പ്രശ്നം എന്താ? 251% നികുതി എന്ന് പറഞ്ഞാൽ 100 രൂപ വിലയുള്ള മദ്യത്തിന് 351 രൂപ കൊടുക്കണം. 1000 രൂപ വിലയുള്ള മദ്യത്തിന് അപ്പോൾ എത്ര രൂപ കൊടുക്കണമെന്ന് ആലോചിച്ചു. 2500 രൂപ നികുതി ആകും ആ മദ്യത്തിൻ്റെ വില. ആ 2500 രൂപ കൊടുക്കേണ്ടെന്ന മദ്യത്തിനാണ് ഇപ്പോൾ വരുന്നത് അതിൻ്റെ പകുതിയിൽ താഴെ പൈസയ്ക്ക് മദ്യം കിട്ടും. അപ്പോൾ റെഡി ടു ഡ്രിങ്ക് ആണിത്. ഇതിനകത്ത് വെള്ളം ചേർക്കണ്ട, സോഡ ചേർക്കണ്ട, മറ്റ് സാധനങ്ങൾ ചേർക്കണ്ട. ഇത് കയ്യിൽ കിട്ടിയാൽ ഉടനെ കുടിക്കാൻ കഴിയും. അപ്പോൾ അത് കുടിച്ച് ശീലമില്ലാത്തവർക്ക് കുറച്ചുകൂടി താല്പര്യം ഉണ്ടാക്കും. അതാണ് സഭകളും മറ്റുള്ളവരും അതിനകത്ത് കാണുന്ന ഒരു ആശങ്ക. അതാണ്. അതുകൊണ്ട് ഇത് ഇടതുപക്ഷത്തിൻ്റെ നയം ധാർമ്മികമായിട്ട് ഞങ്ങൾക്കൊരു പ്രയാസം ഇതിനകത്തില്ല. ഞങ്ങളുടെ മുമ്പിൽ വന്നതാണ് ബക്കാർഡി ഉൾപ്പെടെയുള്ള ആളുകൾ സ്പിരിറ്റ് ഉപയോഗിച്ച് മദ്യം ഉണ്ടാക്കി വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാമെന്ന നിർദ്ദേശം ഞങ്ങളുടെ മുമ്പിൽ വന്നതാണ്. ഞങ്ങളത് തള്ളിക്കളഞ്ഞല്ലോ. ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടായില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അക്കാര്യത്തിലൊരു സംശയം ഉണ്ടായില്ലല്ലോ. ഇത് അപകടമാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നല്ലോ. അപ്പോഴാണ് ഏത് മദ്യത്തെക്കുറിച്ച് ഏത് ചർച്ച നടന്നാലും UDF ചാടി വീഴുമായിരുന്നു. VD സതീശൻ പറഞ്ഞു ഇത് അഴിമതിയാണെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം നടത്തുമ്പോൾ അത് അഴിമതി അല്ലാതായി മാറുമോ? മാത്രമാണോ കർണാടക ലോബിയും കേരളത്തിലെ മദ്യമേഖലയുമായിട്ടുള്ള ബന്ധം ആർക്കറിയാൻ വയ്യാത്ത? കർണാടക ആരാ ഭരിക്കുന്നത്? കർണാടകത്തിലെ മദ്യലോബി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മദ്യലോബികളിൽ ഒന്നാണ്.
ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ നിങ്ങളുടെ ചർച്ചയിൽ ഒരു പേര് സൂചിപ്പിച്ചു, ശ്രീ SM കൃഷ്ണ. അദ്ദേഹത്തെക്കുറിച്ച് അന്ന് കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയായതാണ് SM കൃഷ്ണയുടെ ഇക്കാര്യത്തിലുള്ള പങ്ക്. അദ്ദേഹം പിന്നീട് BJP പോയി, കോൺഗ്രസിൻ്റെ. കേരളത്തിലെ ശ്രീ കരുണാകരനായിരുന്നു, കർണാടകത്തിലെ SM കൃഷ്ണ. അതുപോലെ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം അവരൊക്കെ ബിസിനസ് മാഗ്നറ്റുകളല്ലേ, അവർക്കെല്ലാം ഇതുമായിട്ട് വലിയ ബന്ധമുള്ളവരാണ്. അപ്പോൾ ശ്രീ VD സതീശൻ്റെ മംഗലാപുരം യാത്രയും ഇതിൻ്റെ നികുതി കുറയ്ക്കലും കൂടി കൂട്ടി യോജിപ്പിച്ച് വായിച്ചു കഴിഞ്ഞാൽ കേരളീയർ മണ്ടരല്ല. അതുകൊണ്ടാണ് ശ്രീ KC വേണുഗോപാലും ശ്രീ രമേശ് ചെന്നിത്തല ആ പോളിസിയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് പ്രതിരോധം തീർക്കാൻ പരിശ്രമിക്കുകയാണ് അവർ ചെയ്തത്. അവർ പറഞ്ഞതിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആ പ്രതിരോധ സംരക്ഷണത്തിനകത്ത് തന്നെ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ടീം UDF അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ശ്രീ VD സതീശനാണ്. അതുകൊണ്ട് കേരളത്തിൽ വലിയ മദ്യക്കമ്പനികൾക്ക് മദ്യം ഒഴുക്കാനും പുതിയ തലമുറയെ ലഹരിയിലേക്ക് ആകർഷിക്കാനുമുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇത് നടത്തുന്നത്. ഇത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല ശ്രീ ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.